എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കുർബാന തർക്കം സമവായത്തിലേക്ക്. അടച്ചിട്ട എറണാകുളം സെന്റ് മേരീസ് ബസിലിക്ക ഈ മാസം 24-ന് തുറക്കും. ക്രിസ്മസ് ദിനത്തിൽ പള്ളിയിൽ സിനഡ് കുർബാന നടക്കും. വത്തിക്കാൻ പ്രതിനിധി ആർച്ച് ബിഷപ്പ് സിറിൽ വാസിൽ വിവിധ വിഭാഗങ്ങളിലെ പ്രതിനിധികളുമായി നടത്തിയ ചർച്ചയ്ക്കൊടുവിലാണ് പ്രശ്നപരിഹാര സാധ്യത തെളിഞ്ഞത്. സീറോ മലബാർ സഭയ്ക്ക് കീഴിലുള്ള എറണാകുളം അങ്കമാലി അതിരൂപതയിലെ സിനഡ് കുർബാന തർക്കമാണ് ചർച്ചയിലൂടെ സമവായത്തിലെത്തിയത്. ഇതോടെ 2 വർഷം നീണ്ടുനിന്ന പ്രശ്നത്തിന് താൽക്കാലിക പരിഹാരമായി. വത്തിക്കാൻ പ്രതിനിധി ആർച്ച് ബിഷപ്പ് സിറിൽ വാസിൽ നടത്തിയ അന്തിമഘട്ട ചർച്ചകൾക്കൊടുവിലാണ് പ്രശ്നപരിഹാരത്തിന് ധാരണയായിട്ടുള്ളത്. ചർച്ചയിൽ അടച്ചിട്ട എറണാകുളം സെന്റ് മേരീസ് ബസിലിക്ക തുറക്കാൻ തീരുമാനമായിട്ടുണ്ട്. ഈ 24-ന് പള്ളി തുറക്കും. തിരുപ്പിറവി ചടങ്ങിൽ മാത്രം സിനഡ് കുർബാന അർപ്പിക്കാനും തീരുമാനമായി. ബിഷപ്പ് ബോസ്കോ പുത്തൂരാണ് ഏകീകൃത കുർബാന ചൊല്ലുക. ചർച്ചയിലെ തീരുമാനം സംബന്ധിച്ച് ഔദ്യോഗിക പ്രഖ്യാപനം ഉടൻ ഉണ്ടായേക്കും. അതോടൊപ്പം മറ്റു പള്ളികളിൽ വർഷത്തിലൊരിക്കൽ സിനഡ് കുർബാന അർപ്പിക്കാനും തീരുമാനമായി. മലയാറ്റൂരിൽ മറ്റു രൂപതകളിൽ നിന്ന് എത്തുന്നവർക്കും സിനഡ് കുർബാന അർപ്പിക്കാം. മുൻകൂട്ടി ബുക്ക് ചെയ്താൽ ഇതിനുള്ള സൗകര്യമൊരുക്കും. മൈനർ സെമിനാരികളിൽ മാസത്തിൽ ഒരിക്കൽ ഏകീകൃത കുർബാന പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് അറിയുന്നത്. അതേസമയം കുർബാന പ്രശ്നത്തിൽ അന്തിമ തീരുമാനങ്ങളിലേക്ക് എത്തിയിട്ടില്ലെന്നാണ് ഔദ്യോഗിക വിഭാഗത്തിന്റെ നിലപാട്. അന്തിമ തീരുമാനം മാർപ്പാപ്പയുടേതെന്നാണ് ഔദ്യോഗിക വിഭാഗത്തിന്റെ വിശദീകരണം. സമവായ ചർച്ചകൾക്കെത്തിയ വത്തിക്കാൻ പ്രതിനിധി ബിഷപ്പ് സിറിൽ വാസിൽ നാളെ വത്തിക്കാനിലേക്ക് മടങ്ങും. ജനം, കൊച്ചി.